ഫാക്ട്സ്. നമ്മൾ മലയാളത്തിൻ്റെ പര്യായ പദങ്ങളിലെ ഒരെണ്ണം ഒരു വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കൂടുതലും ഈ നമ്മുടെ ചാനലിൽ മലയാളത്തിൻ്റെ വീഡിയോയും കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ആണല്ലോ കൂടുതൽ കാണുന്നതെന്ന്. വേറെ ഒന്നുമല്ല, കറണ്ട് അഫയേഴ്സ് പിന്നെ ഞാനത് മെയിനായിട്ട് ഞാൻ മന്ത്ലി കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ വീക്കിലി കറണ്ട് അഫയേഴ്സ് ഉറപ്പായിട്ട് ഇടണമെന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. കാരണം എല്ലാ പരീക്ഷയ്ക്കും നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് വളരെ അത്യാവശ്യമാണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും. അതുപോലെ മലയാളം PSCയിലോട്ട് വരുമ്പോൾ മലയാളത്തിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെയാണ്. മലയാളം സിലബസ് വളരെ കുറവാണ്, പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. അതുപോലെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും മലയാളത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് 10 മാർക്കിൻ്റെ മലയാളം ആണെങ്കിലും നമ്മൾക്ക് കിട്ടാവുന്ന 10 മാർക്ക്, 10ഒന്നും ഞാൻ ഗ്യാരണ്ടി ചെയ്യത്തില്ല, ഒരു 8-9 മാർക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മലയാളം മൊത്തം കവർ ചെയ്ത് പോകുന്നത്. അതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ. ഇംഗ്ലീഷ് ആണെങ്കിലും ഇംഗ്ലീഷ് ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകളായിട്ട് ഇടുന്നുണ്ട്. എന്നാലും അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി ടോപ്പിക്കുകൾ എന്ത് ചെയ്തത് നമ്മൾ ഇട്ട് പോകുന്നത്. അപ്പം മലയാളം സെറ്റ് ആകുമ്പോൾ നിങ്ങളതിൽ ഒരു ആത്മവിശ്വാസം കൈവരിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കിടക്കാം. നമ്മൾ ഈ മലയാളത്തിൻ്റെ പര്യായ പദങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ വീഡിയോ നേരത്തെ കുറേ നമ്മൾ ചെയ്തായിരുന്നു. 5-6 സ്ലൈഡ് ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ നോക്കട്ടെ എത്ര സ്ലൈഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ ഇനി ഇവിടം തൊട്ടാണ് പറയേണ്ടത്. നമ്മൾ ഇവിടം തൊട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഉദരം. ഉദരം. അപ്പോൾ ഉദരത്തിൻ്റെ പര്യായ പദമാണ് ഏതൊക്കെ? കുക്ഷി, ജഠരം, വയറ്, കുംഭ. അപ്പോൾ കുംഭ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ വയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. വയറുണ്ട്, വയർ ഇവിടെ കിടപ്പുണ്ട്. അപ്പം നിങ്ങളുടെ ഞാൻ ഒന്നാമത്തെ കാര്യം പറയുന്നത് നിങ്ങൾക്ക് സ്ലോ ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒരു സ്പീഡ് കൂട്ടിയിട്ട് കാണുക. എന്നാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേഗത്തിൽ കേട്ട് പഠിച്ചു പോകാം. ഞാൻ പയ്യെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേട്ട് ബൈ ഹാർട്ട് ചെയ്ത് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ഞാൻ പയ്യെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നത് പോലെ തോന്നുന്നത്. ഓക്കെ, അടുത്ത് നോക്കൂ. ഉറക്കം. ഉറക്കത്തിൻ്റെ പര്യായം ഏതൊക്കെയാണ്? നിദ്ര, സുഷുപ്തി, ശയനം. നിദ്ര, സുഷുപ്തി, ശയനം. അടുത്ത് നോക്കൂ. ഉറുമ്പ്. ഉറുമ്പാണ് പിപീലിക, വൽമി. അപ്പോൾ ഈ ഉറുമ്പൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. PSCയുടെ ഒരു ഇഷ്ടമാണ് ഏത്? മൃഗങ്ങൾ, അവയവങ്ങൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളൊക്കെ. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യാം, ഓർത്തിരിച്ച് പഠിക്കുക. പിപീലിക 2 വാക്കല്ലേ ഉള്ളൂ, പിപീലിക, വൽമി. അപ്പോൾ ഇതിനെക്കുള്ള വാക്കുകൾ കാണും. എനിക്ക് കിട്ടിയതാണ് ഞാൻ കൊണ്ടുവന്നത്. പിപീലിക, വൽമി. അടുത്ത് നോക്കൂ. ഋണം. ഋണം എന്ന് വെച്ചാൽ കടമാണ്. ഉദ്ധാരം, കടം. അപ്പോൾ ഋണം, കടം, ഉദ്ധാരം. ഋണം, കടം, ഉദ്ധാരം. ഒറ്റ വാക്കിൽ പഠിച്ചു വെച്ചേക്ക്. ഒരുമ. ഒരുമ എന്ന് പറയുമ്പോൾ എന്താ? ഐക്യം, യോജിപ്പ്. അത് നമുക്കറിയാം അല്ലേ. അടുത്ത് നോക്കൂ. ഓടക്കുഴൽ. വേണു, മുരളി. വേണു, മുരളി. അതും നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ കിട്ടും. വേണു, മുരളി, ഓടക്കുഴൽ. അടുത്ത് നോക്കൂ. കണ്ണാടി, ദർപ്പണം, മുകുരം. ഇത് പ്രീവിയസ് ആണ്. മുകുരം, ദർപ്പണം. കണ്ണാടിയുടെ പ്രീവിയസ് ചോദ്യങ്ങളുണ്ട്. കണ്ണാടി, ദർപ്പണം, മുകുരം. നോക്കൂ. കാട്. ഇതും പ്രീവിയസ് ആണ്. കാട്, അടവി, വിപിനം. അടവി, വിപിനം. അടവി, വിപിനം. നമ്മൾ പത്തനംതിട്ട അടവിയിൽ പോകാമെന്നൊക്കെ പറയില്ലേ, അതൊക്കെ കാട്ടിലേക്ക് പോകുന്നതാണ്. അപ്പം ആ ഒരു പ്ലേസ് അറിയാവുന്നവർക്ക് അത് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. കാട്, അടവി, വിപിനം. അടുത്ത നോക്കൂ. കാല്. കാലാണെങ്കിൽ ചരണം, പദം. ചരണം, പദം. പാദം നിങ്ങളെ ഉദ്ദേശിച്ചാണ്, പദം എന്ന് പഠിച്ചു വെക്കുക. പദം. ഓക്കെ, അടുത്ത സ്ലൈഡിലോട്ട് പോയാലോ. കിരീടം. അടുത്തതാണ് കിരീടം. മുകുടം, മകുടം. എളുപ്പത്തിൽ കിട്ടും അല്ലേ. മകുടം, മുകുടം രണ്ടും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരേപോലെ തന്നെ നമുക്ക് തോന്നും, പക്ഷേ എന്താണ്? മകുടവും മുകുടവുമാണ്. കിരീടം, മകുടവും മുകുടവുമാണ്. അടുത്ത് നോക്കൂ. കുട. ഛത്രം, ആദപത്രം. കുട എന്താണ്? ഛത്രം, ആദപത്രം. ഛത്രം, ആദപത്രം. അടുത്ത് നോക്കൂ. കുടം. ഇപ്പം നമ്മൾ കുട പറഞ്ഞു, ഇനി കുടമാണ്. കുടമാണെങ്കിൽ കലശം, കുംഭം, ഘടം, നീപം. ഘടം, നീപം എന്നിട്ട് ഇവിടെ ഒരു കോമയുണ്ട്. ഘടം, നീപം. ഘടം, നീപം. കലശം, കുംഭം. കുംഭ ആണെങ്കിൽ വയറ്, കുംഭം ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? കുടം. ഘടം, നീപം. ഘടത്തേക്ക് ആ അക്ഷരങ്ങൾ ഓർത്തിരിക്കണേ. ഘടം കേട്ടോ, ഇതാണ് നീപം. കുടം, കലശം, കുംഭം, ഘടം, നീപം. നോക്കൂ. കുരങ്ങ്.
കുരുങ്ങുന്ന കേട്ടോ, ഒരു തെറ്റിപ്പോയത്, എനിക്കൊരു അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്. കുരങ്ങുന്ന, കുരങ്ങാണ് കബി, കബീഷ് എന്ന് നമ്മൾ പറയും, കബി, അതാണ് കബി. കീശം, മർക്കടം, വാനരം, മർക്കടം, വാനരം, കബി, കീശം, മർക്കടം. കീശ ഓർത്തിരിക്കൂ. ചിലപ്പോൾ നമ്മുടെ കൈ, നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് കുരങ്ങൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ കൈ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ തട്ടി പറിച്ചുകൊണ്ട് ഓടുന്നുണ്ടല്ലേ, അത് കീശയിൽ വെച്ച് ഓടുകയെന്ന് ഓർത്തിരുന്നാൽ മതി. അവർ കീശയിൽ തട്ടിപ്പറിച്ച് വെച്ചിട്ടാണ് ഓടുന്നത്, കീശയിൽ തട്ടിപ്പറിച്ച് കീശയിൽ വെച്ചുകൊണ്ട് ഓടും. അതാണ് കീശെന്ന് ജസ്റ്റ് കോഡ് പോലെ ഓർത്ത് വെക്കും. കബി, കബീഷ് കിട്ടും, കീശും കിട്ടും. മർക്കടം, വാനരം, വാനരം കിട്ടും. കാരണം മരത്തിൽ ചാടിപ്പോകുന്ന അതിന് നമ്മൾ വാനരന്മാർ നമ്മൾ പറയുമല്ലേ, അത് മർക്കടം. മർക്കടം എന്ന് വെച്ചാൽ മർക്കട മുഷ്ടിയൊക്കെ പറയത്തില്ല നമ്മൾ, അതുപോലെ ഒരു ചാട്ടത്തിൻ്റെ വെച്ച് മർക്കടം ഓർത്തിരിക്കും. കുരുമുളക്, അടുത്ത് നോക്കൂ, കുരുമുളക്. മരിജം, വീരം, കൃഷ്ണം. കൃഷ്ണം നമുക്ക് കണ്ണിലെ കൃഷ്ണമണിയെ ഓർത്തിരിക്കാം. കൃഷ്ണം എന്ന് പറയുമ്പോൾ കണ്ണിലെ കൃഷ്ണമണി ചെറുതല്ലേ, കുരുമുളകിൻ്റെ അത്രയും വലിപ്പമാണ്. അപ്പോൾ കൃഷ്ണമണി, കൃഷ്ണം, കുരുമുളക് എന്ന് ഓർത്തിരിക്കുക. വീരം, വീരം ഒന്നും എനിക്ക് കിട്ടുന്നില്ല. മരിജം, അതും രണ്ടും ഓർത്തിരിക്കുക. അടുത്ത കൂട്. നീടം, കുലായം, പഞ്ചരം. നീടം, കുലായം, പഞ്ചരം. കൂട്, കൂട്, നീടം, കുലായം, പഞ്ചരം. അടുത്ത നോക്കൂ, കൈ. കരം, ഹസ്തം, പാണി, ഭുജം, ബാഹു. പാണി, ഭുജം, ബാഹു. കണ്ടോ? അപ്പോൾ കരം, ഹസ്തം, പാണി, ഭുജം, ബാഹു. നിങ്ങൾക്കിത് PDF ആയിട്ട് വല്ലതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കും. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, അത് ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് ടെലഗ്രാമിൽ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്തിട്ട് ഈ PDF ഒക്കെ ഞാൻ അവിടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് നോട്ട്സ് പോലെ വായിച്ച് നോക്കാം. അപ്പോൾ കൈ എന്താണ്? കരം, ഹസ്തം, പാണി, ഭുജം, ബാഹു. അടുത്ത സ്ലൈഡിലോട്ട് പോയാലോ? ഇതൊന്നുകൂടെ പറയാം. കിരീടം എന്താണ്? മകുടം, മുകുടം. കുട എന്താണ്? ഛത്രം, ആദപത്രം. കുടം, കലശം, കുംഭം, ഘടം, നീപം. കുരങ്ങാണെങ്കിലോ? കബി, കീശം, മർക്കടം, വാനരം. കുരുമുളകാണെങ്കിൽ മരിജം, വീരം, കൃഷ്ണം. കൂടാണെങ്കിൽ നീടം, കുലായം, പഞ്ചരം. കൈയാണെങ്കിൽ കരം, ഹസ്തം, പാണി, ഭുജം, ബാഹു. അടുത്തതിലോട്ട് പോകാം. കൊടുമുടി. അടുത്തതാണ് കൊടുമുടി. കൊടുമുടി നോക്കൂ. ശൃംഗം നമുക്കറിയാം അല്ലേ, ഒരു മലയുടെ ശൃംഗം എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ അതിനെ നമ്മൾ പറയല്ലേ, അതാണ് എന്ത്? കൊടുമുടി. ശിവരം, കൂടം. ശിവരം, കൂടം. ശൃംഗം, ശിവരം, കൂടം. അടുത്തിരിക്കണേ, ശൃംഗം, ശിവരം, കൂടം. കൊടുമുടി, കൂടം, അത് ഒരു കണക്ട് ചെയ്ത് വെക്കാം. കൂടം. കൊടുമുടിയുടെ കൊടു എടുത്താലും അതിൽ നിന്ന് കൂടം കിട്ടും. അടുത്ത് നോക്കൂ, കോപം. കോപമാണെങ്കിൽ എന്താ? കലി, ക്രോധം, അമർഷം. കലി, ക്രോധം, അമർഷം. അത് നമുക്ക് നോർമലി നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകൾ. അടുത്ത് നോക്കൂ, ക്ഷണികം. ക്ഷണികം എന്ന് പറയുമ്പോൾ എന്താ? ഈ ഒരു നിമിഷത്തേക്ക് മാത്രമുള്ളതല്ലേ, അതിനെയാണ് എന്ത്? അസ്ഥിരം, നശ്വരം. അസ്ഥിരം, നശ്വരം. അപ്പോൾ അനശ്വരത്തിൻ്റെ ഓപ്പോസിറ്റാണ് എന്താ? അനശ്വരം. ഓർത്തിരിക്കണേ, അസ്ഥിരം, നശ്വരം. ഗുഹ ആണെങ്കിൽ എന്താണ്? കന്തരം, ദരി, ഗഹ്വരം. ഈ കന്തരം കണ്ടോ? നിങ്ങളിവിടെ കണ്ടോ? കന്തരം എന്ന് ഞാൻ എഴുതിയേക്കുന്നത് കാണുന്നുണ്ടോ? കന്തരം, കന്തരം. ഈ ഒരു കന്തരമുണ്ട്, നിങ്ങൾക്കറിയാമോ? കന്തരം. ഇതിൻ്റെ വ്യത്യാസം എപ്പോഴും PS ചോദിച്ചിട്ടുള്ളതാണ്. ഇത് രണ്ട് വാക്കുകളും. ഇതാണെങ്കിൽ എന്താ? ഗുഹയാണ്. ഇതാണെങ്കിൽ ഗുഹയാണ്, ഗുഹ നമ്മളിപ്പോൾ പറഞ്ഞു. ഇതാണെങ്കിൽ എന്താണ്? കഴുത്താണ്, കഴുത്ത്. നമ്മുടെ കഴുത്തല്ലേ, അതാണ് ഇത്, കഴുത്ത്. കന്തരം, കഴുത്ത്. ഈ കന്തരമാണെങ്കിൽ ഗുഹ. അപ്പോൾ ഗുഹ, ദരി, ഗഹ്വരം. അതെന്താണ്? അതാണ് ഗുഹ. ഗുഹ. ഗൃഹം നോക്കൂ. ഗൃഹം, വീട്, സദനം, മന്ദിരം. വീട്, സദനം, മന്ദിരം. വീട്, സദനമൊക്കെ നമുക്ക് കിട്ടും. മന്ദിരം എന്ന് നോക്കുമ്പോൾ നമുക്ക് ക്ഷേത്രം പോലെ തോന്നും, പക്ഷേ അങ്ങനെ ഉദ്ദേശിക്കരുത്. ഗൃഹം പോലെ തന്നെ എന്തെങ്കിലും വസിക്കുന്ന ഇടം, അതാണ് ഉദ്ദേശിക്കുന്നത്, മന്ദിരം. അത് നോക്കൂ, ചന്ദനം. മലയജം, മാലയം. പ്രീവിയസ് ആണ് ചന്ദനം. ഈ ഗുഹയൊക്കെ പ്രീവിയസ് കേട്ടോ. മലയജം, മാലേയം. ഇത് രണ്ടും എന്താണ്? ചന്ദനത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അടുത്ത് ചിരി. ചിരിയാണെങ്കിൽ ഹാസം, സ്മേരം, സ്മിതം. മന്ദസ്മിതം എന്നൊക്കെ നമ്മൾ പറയുമല്ലേ, അത് ചെറുപുഞ്ചിരി പറയുന്ന മന്ദസ്മിതം. അപ്പോൾ എന്താ? ഹാസം. ഹാസം നമുക്ക് കിട്ടും. സ്മേരം ഓർത്തിരിക്കണം. സ്മേരം.
നമുക്ക് കിട്ടത്തില്ല. സ്മേരം. അപ്പോൾ ചിരി എന്താണ്? ഹാസം, സ്മേരം, സ്മിതം. അടുത്ത് നോക്കൂ, ചൂടാണെങ്കിൽ എന്താ? ഉഷ്ണം, താപം നമുക്കറിയാം. അതിൻ്റെ കൂടെ ഓർത്തിരിക്കേണ്ട വാക്കാണ് സന്താപം. അപ്പം താപം കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ സന്താപം എന്ന് ഓർത്തിരിക്കുക. താപം, സന്താപം, ഉഷ്ണം, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. നോക്കൂ, ജീവനാണെങ്കിൽ പ്രാണൻ, ചേതന. നമ്മൾ പറയും ചേതന അറ്റുപോയി എന്ന് പറഞ്ഞാൽ എന്താ? ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് അർത്ഥം. അതുപോലെ പ്രാണൻ, ചേതന. അടുത്ത് നോക്കൂ, ജ്യേഷ്ഠനാണെങ്കിൽ അഗ്രജൻ, ചേട്ടൻ. അപ്പോൾ ചേട്ടനെ നമുക്കറിയാം അഗ്രജനാണ് PSCയുടെ ഇഷ്ട ചോദ്യം. അഗ്രജൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ എപ്പോഴും പറയും അവരജൻ എന്ന് പറയും. അഗ്രജൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ചേട്ടനാണെങ്കിൽ അവരജൻ എന്തായിരിക്കും? അനുജനായിരിക്കും. അപ്പോൾ അഗ്രജൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അഗ്രജൻ, അവരജൻ. പ്രീവിയസ് ആണേ, അവരജൻ. ഓക്കെ. അപ്പം നമുക്ക് ഇത് എത്ര നേരം സമയം എന്തായെന്ന് ഞാൻ നോക്കട്ടെ. 11 മിനിറ്റ് ആയിട്ടുണ്ട്, 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അടുത്ത് നോക്കൂ, തളിരാണെങ്കിൽ പല്ലവം, കിസലയം, കിളുന്ന് നമുക്കറിയാം. തളിരിട്ട് നിൽക്കുക നമ്മൾ പറയില്ലേ? തളിരിട്ട് നിൽക്കുന്ന പറയുമ്പോൾ കിളുന്ന ചെടി, കിളുന്നല എന്ന് പറയൂല്ലേ? അതുപോലെ പല്ലവം ഓർത്തിരിക്കണം. ഒരു ചെടിയുടെ ഏറ്റവും നാമ്പിനെ പറയുന്ന പേരാണ് എന്ത്? പല്ലവം. ഏറ്റവും മുകൾ ഭാഗത്ത് നിൽക്കുന്ന നാമ്പ്. അടുത്ത കിസലയം എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് അർത്ഥം, കിസലയം. അത് താറാവ്, ശരാരി, ആടി. അത് ഓർത്തിരിക്കണേ, അതൊരു നമ്മളധികം കേട്ടിട്ടില്ലാത്തതാണ്. അപ്പോൾ താറാവ് എന്താണ്? ശരാരി, ആടി. തെങ്ങ്, കേരം, രസാഫലം. തെങ്ങിന് ഇനിയും ഉണ്ട്. നമുക്ക് അടുത്ത PDF-നകത്ത് അല്ലെങ്കിൽ അടുത്ത ഒരു വീഡിയോയിൽ നമുക്കത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാമേ. കേരം, രസാഫലം. കൽപ്പവൃക്ഷം എന്നൊക്കെ നമ്മുടെ കൽപ്പവൃക്ഷം എന്താ? തെങ്ങാണ് അല്ലേ? അപ്പോൾ തേൻ നോക്കൂ, തേൻ, മാദിയും കിട്ടും. മധുവിൽ നിന്ന് മാധി കിട്ടും. അടുത്ത മടുവും കൂടെ ഓർത്തിരിക്കുക. അപ്പം മധു, മാധി. അപ്പം ഇത് പ്രീവിയസ്. തേൻ. തോണി നോക്കൂ, തോണി, വഞ്ചി, വള്ളം, നൗക. നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ് അല്ലേ? വഞ്ചി, വള്ളം, നൗക. നോക്കൂ, ദരിദ്രൻ, നിസ്വൻ, ദീനൻ. ദരിദ്രൻ്റെ പര്യായമാണ് നിസ്വൻ, ദീനൻ. നോക്കൂ, ദിക്ക്, ദിശ, ആശ. അപ്പോൾ ആശയോ എന്ന് വെച്ചാൽ ആഗ്രഹമല്ലേ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലേ? അതിൽ ആശയെന്നാണ് എഴുതിയിരുന്നത്. എനിക്കും ആ സമയത്തൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ദിശ എന്താണ്? ആശയാണ്. ദിശ, ആശ, ദിക്കാണ്. ദിവസം നോക്കൂ, ദിവസമാണെങ്കിൽ വാസരം, ദിനം, അഹസ്. ദിനം നമുക്കറിയാം. അപ്പോൾ ഓർത്തിരിക്കേണ്ട വാക്കുകളാണ് വാസരം, ദിവസം. കണ്ടോ? ദിവസത്തിനകത്തുണ്ട് വാസ. അപ്പോൾ വാസരം, ദിവസം, വാസരം, അഹസ്സോട് ഓർത്തിരിക്കാം. ദുഃഖം നോക്കൂ, ശോകം, ആതകം, തുയിൽ. നോക്കൂ, ദുഃഖം എന്താണ്? ശോകം, ആതകം, തുയിൽ. ശോകം, ആതകം, തുയിൽ. ദ്വാരം, സുഷിരം, രന്ധ്രം, കുഹരം. നമ്മൾ പറയും ചെടികളുടെ നമ്മൾ ശ്വാസരന്ധ്രത്തിനകത്തുള്ള സ്റ്റൊമാറ്റ എന്തില്ല, ആസരന്ധ്രം അങ്ങനെ എന്തോ പറയുമല്ലോ. അപ്പോൾ അതെന്താ? അത് സുഷിരത്തിന്, ദ്വാരത്തിന് പറയുന്ന പേരാണ് അല്ലേ? സ്റ്റൊമാറ്റയിലൂടെയാണ് അത് ശ്വസിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അതിൻ്റെ ഒരു മലയാളം വാക്ക് ഇതുപോലെ എന്തോ രന്ധ്രം എന്നല്ലേ വരുന്നത്. എൻ്റെ വായിൽ വന്നില്ല കറക്റ്റ് വാക്ക്. അപ്പം ഇതെന്താ? ദ്വാരം, സുഷിരം, രന്ധ്രം, കുഹരം. അപ്പോൾ ഇതൊന്നുകൂടെ പറയാം. തളിരെന്തായിരുന്നു? പല്ലവം, കിസലയം, കിളുന്ന. താറാവാണെങ്കിൽ ശരാരി, ആടി. തെങ്ങ്, കേരം, രസാഫലം. തേൻ, മധു, മാധി. തോണി, വഞ്ചി, വള്ളം, നൗക. ദരിദ്രനാണെങ്കിൽ നിസ്വൻ, ദീനൻ. ദിക്കാണെങ്കിൽ ദിശ, ആശ. ദിവസം വാസരം, ദിനം, അഹസ. ദുഃഖം, ശോകം, ആതകം, തുയിൽ. ദ്വാരം, സുഷിരം, രന്ധ്രം, കുഹരം. അപ്പോൾ ഇത്രയും നമ്മൾ പര്യായത്തിൽ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും. അപ്പോൾ നമ്മൾ എവിടെ തൊട്ടാണ് പറഞ്ഞത്? 4-5 സ്ലൈഡ് പറഞ്ഞല്ലേ? ഉദരം തൊട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. കറണ്ട് അഫെയർ പഠിക്കുന്ന പോലെ ബുദ്ധിമുട്ടാണ് ഈ പര്യായ പദങ്ങളും പഠിക്കാൻ. കുറേ വട്ടം വായിച്ച് നമ്മുടെ മനസ്സിലത് കയറത്തുള്ളൂ. അപ്പം ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. പരീക്ഷയ്ക്ക് വേണ്ടി നല്ലതുപോലെ തയ്യാറെടുക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്.
അപ്പം നമുക്ക് ഇനിയൊരു ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ടും അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.